പ്രിയപ്പെട്ടവരെ, കരീം മൈത്രിയാണ്. ബദർനഗർ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന അത്താഴ വിരുന്നുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നേരത്തെ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മളെ ബദർനഗർ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന അത്താഴ വിരുന്നിൻ്റെ പാചകപ്പുരയിലാണ് ഞാൻ ഉണ്ടായത്. ഇപ്പോൾ നമ്മളെ പള്ളി അങ്കണത്തിലെത്തിയിട്ടുണ്ട്. എന്തായാലും ബദർനഗർ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന അത്താഴ വിരുന്നിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിച്ച പോലെ ബദർനഗർ കൂട്ടായ്മ സംഘടിപ്പിച്ച അത്താഴ വിരുന്ന് വളരെ നല്ല രീതിയിൽ സമാപിച്ചിരിക്കുകയാണ്. അത്താഴ വിരുന്ന് കഴിഞ്ഞ് നമ്മുടെ നാട്ടുകാരൊക്കെ എൻ്റെ പിറകിലുണ്ട്. എന്തായാലും ബദർനഗർ കൂട്ടായ്മയുടെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. എന്താ നൗഷാനെന്ന് പറയണ്ട? ഒന്നും പറയാനില്ല. നല്ല പരിപാടി ടോപ്പ്, നല്ല പരിപാടി, നല്ല അത്താഴം. പ്രത്യേകിച്ച് ഒരുപാട് പറയുമ്പോൾ പിന്നെ കുറേ പറയാനുണ്ട്. അപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ മഹത്വമെല്ലാം ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മളെ മാണിക്കോത്ത് പള്ളിയിലെത്തുമ്പോൾ നമ്മളെ പിന്നെ ബദർനഗർ കൂട്ടായ്മയായിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ എത്തുമ്പോൾ എല്ലാ കൂട്ടായ്മ ഒന്നായിട്ട് നമ്മളെ മാണിക്കോത്താറായിട്ട് മാറുന്ന ഒരു സംഭവമാണ്. നല്ലൊരു സഹകരണം എല്ലാവരുടെ ഭാഗത്തുനിന്നും നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ബദർനഗർ കൂട്ടായ്മയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചെങ്കിൽ നമ്മളെ പ്രദേശത്തെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായിന് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും എന്തായാലും നല്ല അഭിപ്രായം. ഒമറിന്റെ അഭിപ്രായം തന്നെ ഗംഭീര പരിപാടി. സഹകരിച്ച എല്ലാവർക്കും നന്ദി. സഹകരിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. വളരെ നല്ല പരിപാടിയായിരുന്നു. മാഷാ അല്ലാഹ്, ഇനിയും ഇതുപോലെ നടത്താൻ അല്ലാഹു തൗഫീഖ് ആകട്ടെ. നല്ല പരിപാടിയായിരുന്നു. എല്ലാവരും നല്ല സന്തോഷത്തിൽ പോയി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഒന്നും പറയാനില്ല. എല്ലാവരും ഖൈറിലാക്കട്ടെ. ആമീൻ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ബദർനഗർ കൂട്ടായ്മയുടെ ഈ പരിപാടി അല്ലാഹു സ്വീകരിക്കട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിച്ചത്. എല്ലാവർക്കും നന്മ നേരുന്നു. കരീം മൈത്രി.